എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഫേസ് മാസ്ക് നമ്മുടെ ഫേസിൽ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ പലരും പല രീതിയിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് എനിക്കൊരു ഫേസ് മാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ അതെൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും, വീഡിയോസ് ഒന്നും മിസ് ചെയ്യാതെ കാണാനും പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനിതാ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫേസിൽ എന്തൊരു സാധനം ഫസ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും നല്ലപോലെ ക്ലീൻ ആയിരിക്കണം. ഇമ്പ്യൂരിറ്റീസോ ഡേർട്ട്സോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ട് വേറെ ഒന്നും ഇപ്പോൾ ഇട്ടിട്ടില്ല, വെറുതെ ക്ലെൻസ് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഞാനൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് മോയ്സ്ചറൈസറാണോ ഉള്ളത് വെച്ചാൽ അത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി നല്ലൊരു എന്താ പറയുക റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചെടുത്തിട്ട് നമ്മുടെ നോർമൽ രീതിയിൽ തന്നെ മുഖത്ത് അപ്ലൈ ചെയ്യാം. ഓക്കെ, നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്തൊരു സാധനം ഇപ്പോൾ ഫേസ് മാസ്ക് ആണെങ്കിലും എന്ത് ക്രീം തേക്കുകയാണെങ്കിലും നമ്മൾ ഈ ഒരു അപ്വേർഡ് ഡയറക്ഷനിൽ വേണം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാൻ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ തൊലി ചുളിയാനുള്ള ചാൻസും അതുപോലെ നമ്മുടെ കവിൾ ഇങ്ങോട്ട് താഴ്ന്നു വരാനുള്ള ചാൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അപ്വേർഡ് ഡയറക്ഷനിൽ വേണം നമ്മൾ എന്തൊരു സാധനം മുഖത്തിടുകയാണെങ്കിലും മസാജ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അത് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണ്. അറിയുന്നവരാണെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, നമ്മളിപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ പിമ്പിൾസ് പോകാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പിമ്പിൾസൊക്കെ ഇതാ ക്ലിയർ ആയിട്ടുണ്ട്. ഞാനത് കാണിച്ചിട്ടുണ്ടായിരുന്നു തമ്പനെയിൽ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പിമ്പിൾസൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഒരു പാടുപോലും ഇല്ലാതെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പോയി. അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസ് മാസ്ക് എടുക്കാം അല്ലേ. അപ്പോൾ ഞാനിന്ന് യൂസ് ചെയ്യുന്നത് ഒലയുടെ ഫേസ് മാസ്ക് ആണ്. ഇത് ഒലയുടെ സ്കിൻ ഫ്യൂഷൻ മാസ്ക് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഇവർ എഴുതിയിരിക്കുന്നത് സേക്ക് ഈസ്റ്റ് റിങ്കിൾ റിലാക്സിങ് ഷീറ്റ് മാസ്ക് എന്നാണ്. അപ്പോൾ ഹെൽപ്സ് റിലീഫ് സ്കിൻ സ്ട്രെസ് 3-in-1 സെക്കൻഡ് സ്കിൻ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ 1 മാസ്കാണ് ഉള്ളത്. അതുപോലെ ഇത് ഇൻസ്റ്റൻ്റ്ലി റെഡ്യൂസസ് ദ ലുക്ക് ഓഫ് ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസ്. നമ്മുടെ ചുളിവുകളെയും അങ്ങനെ ആൻറ്റി ഏജിങ്ങിനൊക്കെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു ഷീറ്റ് മാസ്ക് ആണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വിത്ത് ജാപ്പാനീസ് സേക്ക് ഈസ്റ്റ് ആൻഡ് നൈസിനമൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോമ്പൗണ്ടാണ് ഉള്ളത് കേട്ടോ അതിൽ. പിന്നെ സ്പെഷ്യൽ ബയോസെല്ലോ ഷീറ്റ് ദാറ്റ് പ്രൊവൈഡ്സ് സിംലെസ് കോണ്ടാക്ട് സ്കിൻ. അങ്ങനെ അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് എഴുതിയിട്ടുണ്ട്. അതുപോലെ എങ്ങനെയാണ് അത് യൂസ് ചെയ്യാമെന്നും എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏതൊരു മാസ്ക് എടുക്കുകയാണെങ്കിലും ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഈ ഫ്രിഡ്ജിൽ ഈ ഒരു രീതിയിലാണ് ഞാൻ മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ചിലർ ഇങ്ങനെയാണ് വെക്കുന്നുണ്ടാവുക, ചിലർ ഇങ്ങനെയാണ് വെക്കുക, ചിലർ ഇങ്ങനെയൊക്കെ വെക്കും. അപ്പോൾ നമ്മൾ ഫേസ് മാസ്ക് എടുക്കുമ്പോൾ ജസ്റ്റ് നമ്മുടെ ഈ ഒരു കൈയിൻ്റെ ഇവിടെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെയൊന്ന് ആക്കി കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ അതിലുള്ള ആ ഒരു എസൻസ് ഈവൻലി എല്ലാ സ്ഥലത്തേക്കും ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ വയ്ക്കുമ്പോൾ ഈ ഒരു എസൻസ് ഈ സൈഡിൽ മാത്രമായിട്ട് മാറും. ചിലപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങോട്ട് താഴത്തേക്ക് മാത്രമായിട്ട് മാറും, ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങോട്ട് മാത്രമായിട്ട് മാറും. അപ്പോൾ അതങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ ജസ്റ്റ് നമ്മുടെ കയ്യിലിട്ടിട്ടൊന്ന് എല്ലാ സ്ഥലത്തേക്കും ഒന്നിങ്ങനെ തിരുമ്മി കൊടുക്കാം. അപ്പോൾ ആ എസൻസ് ഫുള്ളായിട്ട് എല്ലാ സ്ഥലത്തേക്കും എത്തും. ഇതെൻ്റെ ഒരു ടെക്നിക്കാണ് കേട്ടോ. എല്ലാവരും ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്.
ഓക്കെ, അപ്പോൾ ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. ഞാൻ ഫോണിലാണ് വീഡിയോസ് എടുക്കുന്നത്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നിവിക്കുട്ടൻ ഉറങ്ങുകയാണ്. അപ്പോൾ റൂമിലിരുന്നിട്ട് എന്തായാലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് പുറത്തിറങ്ങിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെയിൽ നല്ലതുണ്ട്, നല്ല ചൂടുണ്ട്, നന്നായിട്ട് വേർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ നമ്മുടെ മാസ്ക് മുഖത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ സ്ഥലത്തേക്കും ഇങ്ങനെ ഒന്ന് ആയിക്കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെയും ഒരു ഓപ്പണിങ് സ്പേസ് ഉണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കീറി കൊടുത്താൽ മാത്രം മതി. ഇതേപോലെ നല്ലൊരു ക്രീമി ടെക്സ്ചറിലാണ് കേട്ടോ വേണ്ട നമ്മുടെ മാസ്ക് ഇരിക്കുന്നത്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു അറ്റത്ത് നിന്ന് ഇങ്ങനെ എടുക്കുക. അങ്ങനെ എടുത്ത് ഇതിൽ നമുക്ക് ഈ ഒരു നെറ്റ് പോലത്തെ ഒരു സംഭവമുണ്ട്, ആ ഒരു ഭാഗം നമുക്ക് മാറ്റാം. നമുക്ക് ഈ ഒരു ജെല്ലി സംഭവം ഉണ്ടല്ലോ, ജെല്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ഉള്ളത്. അത് മാത്രമാണ് നമ്മൾ ഫേസിൽ ഇടേണ്ടത്. അപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ നെറ്റ് ഇതൊന്ന് റിമൂവ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, നെറ്റ് കളഞ്ഞിട്ടുണ്ടേ. ഇനി നമ്മൾ ഈ ഒരു ജെല്ലി ടൈപ്പ് ഇരിക്കുന്ന ഈ ഒരു ഭാഗമാണ് നമ്മുടെ ഫേസിലിൻ്റെ അങ്ങോട്ട് ഇടേണ്ടത്. പിന്നെ നമ്മൾ ഈ ഒരു ഫേസ് മാസ്ക് നമ്മുടെ മുഖത്തിടുമ്പോൾ കണ്ണിലേക്കൊക്കെ ആയെന്ന് വിചാരിക്കുക. അപ്പോൾ കണ്ണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാഷ് ചെയ്യണം കേട്ടോ. പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ഈ ഒരു പാക്കിൽ ഇവർ എത്ര മിനിറ്റാണ് വെക്കേണ്ടതെന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ കറക്റ്റ് ആ ഒരു സമയം തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. അത്രയും മിനിറ്റ്സ് നമ്മൾ നമ്മുടെ ഫേസിൽ ഈ ഒരു മാസ്ക് വെക്കണം. നല്ലൊരു കൂളിംഗ് ആണ് കേട്ടോ. നമ്മൾ ഏതൊരു ഫേസ് മാസ്ക് നമ്മുടെ മുഖത്ത് ഇടുമ്പോഴും നല്ല കൂളിംഗ് ആണ്. അത് ഫ്രിഡ്ജിൽ വെച്ചിടുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു നല്ല തണുപ്പുണ്ടാവും. ഈ ഒരു ഭാഗം കൂടി ഇങ്ങോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. ഈ ഒരു നെറ്റിൻ്റെ, അതായത് ഈ ഒരു ഓലയുടെ ഈ ഒരു മാസ്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് മുകളിലും അതുപോലെ താഴെയും ഇപ്പോൾ ഞാൻ കാണിച്ച പോലത്തെ നെറ്റ് ഉണ്ടല്ലോ, അതുണ്ട്. അത് മാറ്റിക്കഴിഞ്ഞാലാണ് നമുക്ക് ഇങ്ങനെ ഈ ഒരു ജെല്ലി ടൈപ്പ് ഇത് കിട്ടുക. ഷോമുടി ഇങ്ങനൊരു ജെല്ലി ടൈപ്പായിട്ട് കിട്ടുക. അപ്പോൾ അത് മാത്രമാണ് നമ്മൾ നമ്മുടെ ഫേസിലിടണ്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൽ എക്സസ് ആയിട്ടുള്ള എസൻസും കൂടി നമുക്ക് ഇങ്ങനെ ഈ ഷീറ്റിലിങ്ങനെ പുരട്ടി കൊടുക്കാം. അപ്പോൾ ഒലയുടെ ഈ ഒരു ഫേസ് മാസ്ക് അവർ പറഞ്ഞിരിക്കുന്നത് 15 to 20 മിനിറ്റ് വെക്കണം എന്നാണ്. അപ്പോൾ നമുക്ക് ഒരു എക്സാക്റ്റ് ഒരു 20 മിനിറ്റ് നമുക്ക് ഇങ്ങനെ വെക്കാം. അതിന് ശേഷം നമുക്ക് കാണാം. അപ്പം നമ്മൾ ആ മാസ്ക് ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി ഇത് മാറ്റാം. ഇവിടെയൊക്കെ ഒന്ന് ഡ്രൈ മീൻസ് നമ്മുടെ സ്കിന്നിലേക്ക് ആ ഒരു എസൻസൊക്കെ അബ്സോർബ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മാസ്ക് ഊരുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേണം ഊരാൻ കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ഊരുക. ഇനി ഞാനിത് ജസ്റ്റ് ഈ ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ട് നമ്മുടെ മുഖത്തൊന്നിങ്ങനെ ബാക്കിയുള്ള എസൻസും കൂടി
നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. കണ്ടില്ലേ, നല്ലൊരു ഗ്ലോ ഉണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു മാസ്ക് ഇട്ടതിന് ശേഷം നമ്മൾ റിമൂവ് ചെയ്യുമല്ലോ, അതിന് ശേഷം നമ്മൾ ഒരിക്കലും വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയിക്കോളും. അപ്പോഴാണ് അതിൻ്റെ ഒരു ഗുണം കിട്ടുക കേട്ടോ. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പാർട്ടിക്കോ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു മാസ്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫൗണ്ടേഷൻ അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ നല്ലൊരു ബ്രൈറ്റ്നസ്സും അതുപോലെ നല്ലൊരു ഗ്ലോവും നമ്മുടെ ഫേസിന് കിട്ടും. ഇപ്പോൾ നിങ്ങളുടെ എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു മാസ്ക് ഊരിയതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക. എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്, അങ്ങനെ ഡ്രൈയും അല്ല എന്നാൽ ഓയിലി അല്ല. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ ഇടുന്നില്ല. നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആണെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ആ റിമൂവലോട് കൂടിയിട്ട് നിർത്താം. അപ്പോൾ കണ്ടില്ലേ, നല്ലൊരു ഗ്ലോവും നല്ലൊരു എന്താ പറയുക, ഒരു റിഫ്രഷ്മെൻറ്റും നമ്മുടെ ഫേസിന് തോന്നിക്കും. നമുക്കത് ഫീൽ ചെയ്യും. ഒരു മാസ്കൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഫീൽ ചെയ്യും നമ്മുടെ ആ ഒരു ഫ്രഷ്നെസ്, ഫേസിന് തരുന്ന ഒരു ഫ്രഷ്നെസ്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഞാൻ ഒരു മാസ്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതേ രീതിയിലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. കാരണം നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്ന കൂട്ടുകാർക്കൊക്കെ ആ ഒരു കമൻറ്റ്സ് യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.